الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ഉഖൂബാത്തുൽ മആസി, തിന്മകളുടെ ദോഷങ്ങൾ, അപകടങ്ങൾ, അനന്തരഫലങ്ങൾ എന്നതിൽ അടുത്തത് അൽ മആസി തുഅമി അൽ ഖൽബ വതുളഇഫു ബസീറതഹു, പാപങ്ങൾ ഖൽബിനെ അന്ധമാക്കുകയും അതിന്റെ ഉൾക്കാഴ്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഇത് കുറച്ചു മുമ്പ് ഇത് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ഒന്നുകൂടി വിശദമായിക്കൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ ഫസ്ലിൽ അതിനെപ്പറ്റി പറയുന്നത്. ഇതിൽ ഇബ്നു ഖയ്യിം പറയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഖൽബിന്റെ ഉൾക്കാഴ്ചയെ നഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ഫഇന്നൽ കമാലൽ ഇൻസാനിയ മദാറുഹു അലാ അസ്ലൈൻ. ഒരു മനുഷ്യത്വത്തിന്റെ പൂർണ്ണത രണ്ട് അടിസ്ഥാനങ്ങളുടെ മേലെയാണ് നിലകൊള്ളുന്നത്. മഅരിഫത്തുൽ ഹഖ് മിനൽ ബാതിൽ വഈസാറുഹു അലൈഹി. ഒന്ന്, മഅരിഫത്തുൽ ഹഖ് മിനൽ ബാതിൽ, ബാതിലായതിനെ തൊട്ട് അതിൽ നിന്ന് ഹഖിനെ അറിയുക, മനസ്സിലാക്കുക. വഈസാറുഹു അലൈഹി, അതിനെ അനന്തരമായിട്ട് അതിന്റെ അനന്തര ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക. ഒന്നാമത്തേത് ഹഖും ബാത്തിലും വേർതിരിച്ച് ഹഖിനെ മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടാമത്തേത് അതനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാവുക. وما تفاوتت منازل خلق عند الله تعالى في الدنيا والآخرة إلا بقدر تفاوت منازلهم في هذين الأمرين. അല്ലാഹുവിന്റെ അടുക്കൽ അടിമകൾ, സൃഷ്ടികൾ അവർ വ്യത്യസ്ത ദർജകളിലാകുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ എത്രത്തോളം വ്യത്യസ്തപ്പെടുന്നതനുസരിച്ചിരിക്കും. ഹക്ക് മനസ്സിലാക്കുന്നിടത്തും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്തും എത്രത്തോളം വ്യത്യസ്തരാണോ അതിനനുസരിച്ചായിരിക്കും. وهما اللذان أثنى الله سبحانه على أنبيائه بهما في قوله تعالى. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പ്രശംസിച്ചത് കാണാൻ സാധിക്കും. ഹക്ക് മനസ്സിലാക്കുന്നിടത്തും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്തും. സൂറത്തു സ്വാദിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്ഹാഖ വയഖൂബ് ഉലിൽ ഐദി വൽ അബ്സാർ. നമ്മുടെ അടിമകളെ ഓർക്കുക. ഇബ്രാഹീമും ഇസ്ഹാഖും യഅഖൂബും അവരെങ്ങനെയുള്ളവരായിരുന്നു? ഉലിൽ ഐദി, ഉലിൽ ഐദി എന്നുള്ളതിന് ശക്തർ എന്നുള്ള അർത്ഥം പറയാം. വൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരുമായിരുന്നു. എന്നിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു ഖയ്യിം പറയുന്നു, അൽ ഐദി, അൽ ഐദി എന്നുകൊണ്ട് ഉദ്ദേശം അൽ ഖവിയ്യു ഫി തൻഫീദിൽ ഹഖ്, ഹഖിനെ മനസ്സിലാക്കുന്നിടത്തും ഉൾക്കൊള്ളുന്നിടത്തും ശക്തരായിരുന്നു അവർ. വൽ അബ്സാർ, അബ്സാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ബസായിറു ഫിദ്ദീൻ, ദീനിൽ ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. ആ ഹഖിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നിടത്ത് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. ഫവസഫഹും ബികമാലി ഇദ്റാകിൽ ഹഖ് വകമാലി തൻഫീദിഹി, അവരെ ഹഖ് മനസ്സിലാക്കുന്നിടത്തും അത് പ്രാവർത്തികമാക്കുന്നിടത്തും പൂർണ്ണതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചു. എന്നിട്ട് പറയാണ്, വൻഖസമ الناس في هذا المقام أربعة أقسام. ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ അഥവാ ഹഖിനെ മനസ്സിലാക്കുന്നിടത്തും ഉൾക്കാഴ്ചയുള്ളവരും അത് അംഗീകരിച്ച് ജീവിക്കുന്ന വിഭാഗത്തിലും 4 കൂട്ടരാണ്. ഒന്നാമത്തേത് ഈ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള രണ്ടുമുള്ള ആളുകൾ. ഫഹഉലായി അഷ്റഫുൽ അഖ്സാം മിനൽ ഖൽഖി വഅക്റമഹും അലല്ലാഹ്, ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. അൽ ഖിസ്മു സാനി, രണ്ടാമത്തെ കൂട്ടർ അഖ്സു ഹഉലായി, ഈ പറഞ്ഞതിന് നേരെതിര്. അവര് ബാത്തിലിൽ നിന്ന് ഹഖിനെ മനസ്സിലാക്കുകയില്ല, അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവില്ല. മൻ ലാ ബസീറത ലഹും ഫിദ്ദീൻ വലാ ഖുവ്വത അലാ തൻഫീദിൽ ഹഖ് വഹും അക്തറു ഹാദൽ ഖൽഖ്, അവരാണ് ഏറ്റവും കൂടുതൽ സൃഷ്ടികളിലുള്ളത്. ഹഖ് മനസ്സിലാക്കൂല, അതനുസരിച്ച് ജീവിക്കാൻ ഉൾക്കാഴ്ച ഉണ്ടാവുകയുമില്ല. അവർ നഷ്ടം പറ്റിയ ആളുകളായിട്ട് മാറും. മൂന്നാമത്തെ വിഭാഗം അൽ ഖിസ്മു സാലിസ് മൻ ലഹു ബസീറത്തുൻ ബിൽ ഹഖ് വ മഅരിഫത്തുൻ ബിഹി, അവർ
ഹക്കിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സത്യം ഇതാണ്, ഇതാണ് ദീന്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് ഉൾക്കൊണ്ടിട്ടുണ്ടാകും. لكنه ضعيف لا قوة له على تنفيذه ولا دعوة إليه. എന്നാൽ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നിടത്തും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നിടത്തും അവർക്ക് ദുർബലമായിരിക്കും. അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്തും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നിടത്തും അവർ ദുർബലരായിരിക്കും. വഹാദാ ഹാലുൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലരായിട്ടുള്ള വിശ്വാസിയുടെ അവസ്ഥയാണത്. വൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഹബ്ബു ഇലല്ലാഹി മിൻഹു, അവനേക്കാൾ ഉത്തമമായതും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും കവിയായിട്ടുള്ള ശക്തമായ ഈമാനുള്ള ആളാണ്. അതായത് ശക്തമായ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അവന് അറിവുണ്ടാകും, ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യും. അൽ ഖിസ്മു റാബിഅ, നാലാമത്തെ കൂട്ടർ, മൻ ലഹു ഖുവ്വത്തുൻ വഹിമ്മത്തുൻ വഅസീമത്തുൻ, ഒരുത്തന് നല്ല ബോധ്യം ഉണ്ടാവും, നല്ല തീരുമാനവും ഉറച്ച നിയ്യത്തൊക്കെ ഉണ്ടാവും, നല്ല ബോധമുള്ള ആളായിരിക്കും, അറിവുണ്ടായിരിക്കും. ലാകിൻ ലഹു ളഈഫുൽ ബസീറത്തി ഫിദ്ദീൻ, പക്ഷെ ദീനിൽ ഉൾക്കാഴ്ച കുറവായിരിക്കും. അത് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലും അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള കാര്യത്തിലും ദുർബലരായിരിക്കും. ലാ യകാദു യമീസു ബൈനൽ ഔലിയാഇർ റഹ്മാനി വ ഔലിയാഇശ് ശൈത്താൻ, അല്ലാഹുവിന്റെ വലിയകൾ ആരാണെന്നും പിശാചിന്റെ വലിയകൾ ആരാണെന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവൻ എപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ പോയി വീണുകൊണ്ടേയിരിക്കും. ബൽ യഹ്സബു കുല്ല സൗദാ തംറത്തൻ, എല്ലാ കറുത്ത സാധനങ്ങളും ഈത്തപ്പഴമാണെന്നും എല്ലാ വെളുത്ത സാധനങ്ങളും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെന്ന നിലക്ക് തെറ്റിദ്ധരിച്ച് അവൻ പോകുന്ന ഒരാളായിരിക്കും. അഥവാ വിശ്വാസം ഉണ്ടാകും, പക്ഷേ ഒരുപാട് അബദ്ധങ്ങളിൽ പോയി ചാടുന്ന ആളുമായിരിക്കും. ഇങ്ങനെ 4 വിഭാഗമായിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഹക്ക് മനസ്സിലാക്കി അതിൽ ഉറച്ച് വിശ്വസിക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത് ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരാണ്. എന്നിട്ട് പറയാണ്, വലൈസ മിൻ ഹൗലാഇ മൻ യസ്ലുഹു ലിൽ ഇമാമത്തി ഫിദ്ദീൻ വലാ ഹുവ മൗദിഅൻ ലഹാ സിവൽ ഖിസ്മിൽ അവ്വൽ. ഇതിൽ ആദ്യം പറഞ്ഞ ആളുകൾ, ഈ രണ്ടുമുള്ള ആളുകളല്ലാതെ മറ്റൊരാൾക്കും ദീനിന്റെ ഇമാമത്ത് നേതൃത്വം ലഭിക്കുകയില്ല. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ വകാനൂ ബിആയാതിനാ യുഖിനൂൻ. വജഅൽനാ മിൻഹും, അവരിൽ നാം തെരഞ്ഞെടുത്തു ആക്കി. അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം വഴി കാണിക്കുന്ന മാർഗനിർദ്ദേശം നൽകുന്ന ഇമാമിങ്ങളെ, ബനൂ ഇസ്രായേലുകളുടെ കാര്യം പറയാം. ലമ്മാ സബറൂ, എപ്പോൾ അവർ ക്ഷമ അവലംബിച്ചപ്പോൾ, ദീനിൽ ഉൾക്കാഴ്ചയോടുകൂടി ഉറച്ചു നിൽക്കേണ്ട മേഖലയിൽ ഉറച്ചു നിന്നപ്പോൾ. വകാനൂ ബിആയാതിനാ യുഖിനൂൻ, അതുപോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിച്ചപ്പോൾ. എന്നിട്ട് പറയാണ്, ഫഖ്ബറ സുബ്ഹാനഹു, അല്ലാഹു തആല അറിയിക്കുന്നു, അന്ന ബിസ്സബ്രി വൽ യഖീനി നാലു അൽ ഇമാമത ഫിദ്ദീൻ, ക്ഷമ കൊണ്ടും യഖീന് കൊണ്ടുമാണ് ഒരാൾക്ക് ദീനിന്റെ ഇമാമത്ത് ലഭിക്കുക, നേതൃത്വം ലഭിക്കുക. വഹഉലാഇ ഹുമുൽ ലദീന ഇസ്തസ്നാഹുമുല്ലാഹു സുബ്ഹാനഹു മിൻ ജുംലത്തിൽ ഖാസിരീൻ, നഷ്ടപ്പറ്റിയ എല്ലാ ആളുകളിൽ നിന്നും അള്ളാഹു വേർതിരിച്ചു പറഞ്ഞത് ഈ ആളുകളെയാണ്, ഈ ഗുണങ്ങളുള്ള ആളുകളെയാണ്. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഖയ്യിം സൂറത്തുൽ ആസിർ കൊടുക്കുകയാണ്. ഫഖാല തആല, സമയത്തെ കാലത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞു, വൽ ആസിർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്, മനുഷ്യർ ഓരോരുത്തരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. 4 വിശേഷണങ്ങൾ ഉള്ളവരൊഴികെ. ഒന്ന്, ഈമാൻ ഉണ്ടായിരിക്കണം, അഥവാ ദൃഢമായ വിശ്വാസം അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കണം. 2, അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തിരിക്കണം. 3, അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം. 4, സ്വബർ ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഏറ്റവും അപകടമല്ലാത്ത ഖാസിരീങ്ങളിൽ നിന്ന് ഒഴിവാകുന്നത്. ഫലം യക്തഫി മിൻഹും ബിമഅരിഫത്തിൽ ഹഖ് വസ്സബ്രി അലൈഹി. അപ്പൊ എന്തുപോരാ, ഹക്ക് മനസ്സിലായി അതിൽ ക്ഷമ അവലംബിച്ചു എന്നുള്ളത് കൂടി മാത്രം പോരാ, എന്തുകൂടി വേണം, ഹത്താ യൂസിയ ബഅദുഹും ബഅലൻ ബിഹി, അവർ പരസ്പരം എന്ത് ചെയ്യണം, അത് ഉപദേശിക്കണം, അതിലേക്ക് ക്ഷണിക്കണം, അതാണ് ശരിയായ മാർഗമെന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, വഇദാ കാന മിൻ അദാ ഹൗലായി ഖാസിറൻ, ഈ 2 ഗുണങ്ങൾ അഥവാ ദീനിൽ വിശ്വാസവും ഉൾക്കാഴ്ചയും ഇതില്ലാത്തവരൊക്കെ നഷ്ടക്കാരാണ് എന്ന് പറയുമ്പോൾ, ഫമഅലൂമുൻ അന്നൽ മആസി വദ്ദുനൂബ തുഅമി ബസീറത്തൽ ഖൽബി ഫലാ യുദ്രികുൽ ഹഖ് കമാ യൻബഈ. ഇതാണ് നമ്മുടെ വിഷയം. കാരണം പാപങ്ങളും തിന്മകളും ഈ ഖൽബിന്റെ ഉൾക്കാഴ്ചയെയും ഹഖിനെ മനസ്സിലാക്കാനുള്ള കഴിവിനെയും അത് നഷ്ടപ്പെടുത്തും. വതുദഇഫു ഖുവ്വതഹു വഅസീമതഹു ഫലാ യസ്ബിറു അലൈഹി, ആ ഖൽബിന്റെ
ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം ദുർബലപ്പെടുത്തി ക്ഷമ അവലംബിക്കാൻ പറ്റാതെ വരും. ബൽ ഖദ് യതവാറദു അലൽ ഖൽബി ഹത്താ യൻഅകിസ ഇദ്റാകുഹു കമാ യൻഖസു സൈറുഹു, അവന്റെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു പോകും. ഫയുദ്രികുൽ ബാതില ഹഖ്ഖൻ വൽ ഹഖ്ഖ ബാതിലൻ, ബാത്തിലിനെ ഹക്കായി മനസ്സിലാക്കും, ഹക്കിനെ ബാത്തിലായി മനസ്സിലാക്കും. വൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫൻ, നന്മയെ തിന്മയായി കാണും, തിന്മയെ നന്മയായി കാണും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തലതിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് അവനുണ്ടാവുക. എത്രത്തോളം അല്ലതി റദിയത് ബിൽ ഹയാത്തിദ് ദുനിയ വത്മഅന്നത് ബിഹാ വഗഫലത് അനില്ലാഹി വആയാതിഹി വതറകത് അലിസ്തിഅദാദ ലിഖാഇഹി, അവൻ ഈ ദുനിയാവിൽ തൃപ്തിപ്പെടും, അതിൽ സമാധാനം കൊള്ളും, പരലോകത്തേക്ക് വിഭവങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധമാകും. അങ്ങനെ അവൻ നഷ്ടക്കാരനായി തീരുകയും ചെയ്യും. ഇനി ഒരു മുഅ്മിന്റെ അവസ്ഥ എന്താണ്? ഇതിപ്പോ ഒരു നഷ്ടം പറ്റിയ തിന്മയിൽ മുഴുകിയ ഒരാളുടെ അവസ്ഥയാണ് പറഞ്ഞത്. ഇനി യഥാർത്ഥ ഈമാനുള്ള ഒരാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും പറയാണ്. വഹാദാ കമാ അന്ന الطاعة تنور القلب وتجلو وتثقله, ഒരു അടിമയുടെ മുഅ്മിനായ അടിമയുടെ ഖൽബ് അത് പ്രകാശിക്കുന്നതായിരിക്കും. വതുഖവ്വിഹി വതുസബ്ബിതുഹു, അത് ശക്തമായതും ഉറച്ചു നിൽക്കുന്നതുമായിരിക്കും. ഹത്താ യസീറ കൽ മിർആത്തിൽ മസ്ഖൂലതി ഫീ ജലാഇഹാ വസഫാഇഹാ ഫയംതലി നൂറൻ, ഒരു വെട്ടിത്തിളങ്ങുന്ന അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു കണ്ണാടി പോലെ, അത് പ്രകാശം തട്ടിയാൽ വെട്ടിത്തിളങ്ങുന്നത് പോലെ ആ ഖൽബ് തിളങ്ങും. فإذا دنا الشيطان منه أصابه من نوره ما يصيب مسترق السمع من الشهب والثواقب, ഒരു പിശാച് ശൈത്താൻ അവന്റെ ഖൽബിൽ എന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ ഖൽബിന്റെ പ്രകാശം കൊണ്ട് ആകാശത്ത് കട്ട് കേൾക്കാൻ പോകുന്ന ജിന്നുകൾക്ക്, പിശാചുകളെ തീക്കനൽ കൊണ്ട് എറിഞ്ഞോടിക്കുന്നത് പോലെ ഈ മുഅ്മിന്റെ ഖൽബിന്റെ പ്രകാശം കൊണ്ട് ആ ശൈത്താൻ പേടിച്ചോടുന്ന, തിരിഞ്ഞു പോകുന്ന അവസ്ഥ വരും. فالشيطان يفرق من هذا القلب أشد من فرق الذئب من الأسد, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഹത്തെ കണ്ടാൽ ചെന്നായ എങ്ങനെ ഓടുമോ, ചെന്നായക്ക് ഭയങ്കര പേടിയായിരിക്കും, ചെന്നായ സിംഹത്തിനെ കണ്ടാൽ എങ്ങനെ പേടിച്ചോടുമോ അതുപോലെ ഈ മുഅ്മിനായ അടിമയിൽ നിന്ന് പിശാച് പിന്തിരിഞ്ഞോടും. ഹത്താ ഇന്ന സ്വാഹിബഹു ലയസ്ഉ الشيطان فيخر سريعا فتجتمع عليه الشياطين, അങ്ങനെ ഈ പിശാച് ഈ അടിമയുടെ അടുത്തുനിന്ന് ഓടുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള പിശാചുകൾ ഒരുമിച്ച് കൂടി ചോദിച്ചു പോകും. ഫയഖൂലു ബഅ്ദുഹും ബഅ്ലിബഅദ്, അവർ പരസ്പരം ചോദിക്കും മാ ശഅനു, നിനക്ക് എന്താ പറ്റിയത്? ഫയുഖാൽ, പറയപ്പെടും അസാബഹു ഇൻസിയുൻ, ഒരു മനുഷ്യനെ കൊണ്ട് ബാധിക്കപ്പെട്ടതാണ്. വബിഹി നവറത്തു മിനൽ ഇൻസ്, ഒരു മനുഷ്യന്റെ നോട്ടം കൊണ്ട് ബാധിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ, അത്രത്തോളം പ്രകാശിക്കുന്ന അവസ്ഥയിൽ ഒരു ഖൽബ് മാറിത്തീരും. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയാം. അത്രയും ശക്തമായ ഈമാനും ബസീറത്തുമുള്ള വ്യക്തിയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. അദ്ദേഹം ഒരു വഴിയിൽ പ്രവേശിച്ചാൽ പിശാച് വഴിയിൽ നിന്ന് തിരിഞ്ഞോടുന്ന അവസ്ഥ. അപ്പൊ അത്രത്തോളം ഖൽബിന് പ്രകാശമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചോദിക്കുകയാണ്, അഫയസ്തവി ഹാദൽ ഖൽബു വഖൽബുൻ മുദ്ലിമത്തുൻ അർജാഅഹു വമുഖ്തലിഫത്തുൻ അഹ്വാഹു ഖദ് ഇത്തഖദഹു ശൈത്താനു വതനഹു, ഇതുപോലൊരു ഖൽബും ഇരുട്ട് നിറഞ്ഞ ഇച്ഛകളാൽ ആകെ ചിന്നിച്ചിതറിയ പിശാചൊരു താമസ സ്ഥലമാക്കിയിട്ടൊരു ഖൽബും അതുപോലെ ഈ പ്രകാശിക്കുന്ന ഖൽബും എപ്പോഴെങ്കിലും ഒരുപോലെയാവുമോ? അത് രണ്ടും ഒരുപോലെയാവുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും ഒരുപോലെയാകില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഈ ഖൽബ് ഇരുട്ട് നിറഞ്ഞ ഈ ഹവയെ പിൻപറ്റുന്ന ഖൽബ്, അതിന് പിശാച് എപ്പോഴും ഖരീനായിരിക്കും, പിശാച് എപ്പോഴും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. എന്നിട്ട് പറയാണ് അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, ആരാണോ അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റി ജീവിക്കുന്നത്, ആ ദിക്റിൽ നിന്ന് ഒഴിവാകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു ശൈത്താനെ ഖരീനാക്കി കൊടുക്കും. വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ആ പിശാചുക്കൾ എന്ത് ചെയ്യും? അവനെ നേരായ മാർഗത്തിൽ നിന്ന് തടയും. പക്ഷെ അവൻ വിചാരിച്ചു പോകും ഞാൻ നേരായ മാർഗത്തിലാണ്, ഞാൻ ഹിദായത്തിലാണെന്ന് വിചാരിച്ചു പോകും. ഹത്താ ഇദാ ജാഅനാ ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ ഫബിഅസൽ ഖരീൻ, അങ്ങനെ അവർ അല്ലാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്തെത്തുമ്പോൾ അവർ പരസ്പരം പറയും, ഞാനും നീയും തമ്മിൽ കിഴക്ക് പടിഞ്ഞാറോളം വിദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയും. വലയംഫഅകും അൽയൗമ ഇദ് വലംതും അന്നകും ഫിൽ അദാബ് മുശ്തരികൂൻ, അവര് ദുൽമ ചെയ്തതിന്റെ ഫലമായിട്ട് അത് അവർക്കൊരു ഉപകാരം ചെയ്യാൻ പോകുന്നില്ല. അവർ ഏതവസ്ഥയിലായിരിക്കും?
അവർ നഷ്ടക്കാരായിട്ടുള്ള ആ അദാബിൽ ശിക്ഷയിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥയായിരിക്കും. അതായത് നമുക്ക് തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താക്കും, ഒരു കരീനൊപ്പം കൊടുക്കും. ആ കരീന് പിന്നെ പിശാചുകളിൽ നിന്നുള്ള ഒരു കരീനായിരിക്കും. ആ കരീന് പിന്നെ അവനെ കൂടുതൽ തിന്മയിലേക്ക് നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവൻ വിചാരിക്കും ഞാൻ നേരായ ഒരു മാർഗത്തിലാണ്. അധിക ആളുകളുടെയും ധാരണ അതാണ്. അധിക മനുഷ്യരുടെയും ധാരണ ഞാൻ നല്ലൊരിതാണ്, ഞാൻ നല്ല അവസ്ഥയിലാണെന്ന് വിചാരിക്കും. പക്ഷെ അവനായിരിക്കും ഏറ്റവും പഴച്ചുണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥയിൽ പിശാച് അവന്റെ ഒപ്പം കൂടും. അങ്ങനെ നാളെ പരലോകത്ത് നശിക്കും. പരലോകത്തെത്തുമ്പോ അവര് തമ്മിൽ തല്ലൂടുകയും ചെയ്യും. അവര് തമ്മിൽ പറയും നീ ഞാനും തമ്മിൽ ഇത്ര വിദൂരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ പഴപ്പിച്ച് കളഞ്ഞല്ലോ, നീ എന്നെ തെറ്റിച്ച് കളഞ്ഞല്ലോ എന്നെല്ലാം പറയും. പക്ഷെ അവർ ആ ശിക്ഷയിൽ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറയാണ് വലമ്മാ കാനൽ മുസാബ് ഇദാ ശാറകഹു ഗൈറുഹു ഫീ മുസീബതിഹി. സാധാരണഗതിയിൽ തനിക്ക് ബാധിച്ച ഒരു മുസീബത്ത് വേറൊരാൾക്കും ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. നമുക്കൊരു മുസീബത്ത് ബാധിച്ചു വിചാരിക്കാം, അങ്ങനെ കുറെ ആളുകൾക്ക് മുസീബത്ത് അതുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, ഒരു സമാധാനം ഉണ്ടാവും. അതിലൊരു കുറവുണ്ടാവും, ആ ഒരു ബുദ്ധിമുട്ടില്. അഖ്ബറ സുബ്ഹാനഹു അന്ന ഹാദാ ഗൈറു മൗജൂദിൻ വഗൈറു ഹാസിലിൻ ഫി ഹഖ്ഖിൽ മുശ്തരികീന ഫിൽ അദാബ്. പക്ഷെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവനവന്റെ കരീന് ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ എന്തുണ്ടാവില്ല, ഒരാൾ കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവില്ല. വന്നൽ ഖരീന ലാ യജിദു റാഹതൻ വലാ അദ്നാ ഫർഹൻ ബിഅദാബി ഖരീനിഹി മഅഹു. അവന്റെ ഖരീനൊപ്പം ശിക്ഷ അനുഭവിക്കുന്നതുകൊണ്ട് കുറച്ചു പോലും സന്തോഷമോ സമാധാനമോ അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം അവർ ഒരുമിച്ച് അത് ഉൽമ ചെയ്തുകൊണ്ട് പരലോകത്ത് അങ്ങനെയായിരിക്കും. അപ്പോ പാപങ്ങളിൽ മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട ദീനിനെ കുറിച്ചുള്ള മനസ്സിലാക്കലും ഈമാനും അതുപോലെ തന്നെ ദീനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഉൾക്കാഴ്ചയുമാണ്. അത് പോയി കഴിഞ്ഞാൽ അവന്റെ മൊത്തം കാര്യങ്ങളും പാളിപ്പോകുന്ന അവസ്ഥയാണ് പിന്നെ അവന്റെ ജീവിതത്തിൽ മുന്നോട്ടുണ്ടാവുക. അടുത്തത് പറയുന്നത് അൽ മആസി മദദും മിനൽ ഇൻസാനി ലിഅദുവ്വിഹി അലൈഹി. തിന്മകൾ എന്നുള്ളത് അവന്റെ ശത്രുവിന് അവന്റെ മേലെ എല്ലാ രീതിയിലുമുള്ള അധികാരവും ആ ശത്രുവിന്റെ സൈന്യത്തിന് അവന്റെ മേലെ കീഴ്പ്പെടുത്താനുള്ള അവസരവും കൊടുക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് അന്നഹാ മദദുൻ മിനൽ ഇൻസാനി യമുദ്ദു ബിഹി അദുവ്വഹു അലൈഹി. ശത്രുക്കൾക്ക് അവന്റെ മേലെ കീഴ്പ്പെടുത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കും പാപങ്ങൾ. വജൈഷുൻ യുഖവ്വി ബിഹി അലാ ഹർബിഹി. യുദ്ധത്തിൽ ആ സൈന്യത്തിന് കൂടുതൽ ശക്തിയേകുന്ന കാര്യമായിരിക്കും അത്. وذلك أن الله ابتلى هذا الإنسان بعدو لا يفارقه طرفة عين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ശത്രുവിനെ വെച്ചിട്ടുണ്ട്, ശൈത്താനിനെ. കണ്ണിമ വെട്ടുന്ന നേരം പോലും ആ ശൈത്താൻ നമ്മളിൽ നിന്ന് ഒഴിവല്ല. പിശാച് നമ്മളിൽ നിന്ന് കണ്ണിമ നെറ്റുന്ന നേരം പോലും ഒഴിവല്ല. വസാഹിബിൻ ലാ യനാമു അൻഹു. നമ്മുടെ കാര്യത്തെ തൊട്ട് ഉറങ്ങാത്തവനാണവൻ. വലാ യഗ്ഫുലു അൻഹു. നമ്മളെ കാര്യത്തെ തൊട്ട് അശ്രദ്ധയിലാവാത്താനവൻ. യറാഹു ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ യറാഹു. നമുക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷെ അവനും അവന്റെ സംഘങ്ങളും നമ്മളെ കാണുന്നുണ്ട്. യബ്ദുലു ജുഹ്ദഹു ഫീ മുആദാതിഹി ഫീ കുല്ലി ഹാലിൻ വലാ യദ്ഉ അംറൻ യകീലുഹു ബിഹി യഖ്ദിറു അലാ ഈസാലിഹി ഇലൈഹി ഇല്ലാ ഔസലഹു ഇലൈഹി. നമ്മെ പിഴപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു ചെറിയ സാഹചര്യം പോലും ഒഴിവാക്കാതെ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആളാണ് ആര്? ശൈത്താൻ എന്നുള്ളത്. വയസ്തഈനു അലൈഹി ബിബനി അബീഹി മിൻ ശയാത്തീനിൽ ജിൻ. ആ പിശാചുക്കൾ അവരുടെ കൂട്ടത്തിൽ വെത്ത അവരുടെ സന്താനങ്ങളെ എല്ലാവരെയും ക്ഷണിക്കും മനുഷ്യനെ പഴപ്പിക്കാൻ. അവരെ എല്ലാ കെണികളും ഒരുക്കി വെക്കും. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ആ ശൈത്താൻ അവന്റെ കൂട്ടാളികളായിട്ടുള്ള ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറയാണ്. വഖാല ലി അഅ്വാനിഹി. ഇബ്ലീസിന്റെ നേതാവ് അവരുടെ സഹായികളോട് പറയും, ദൂനക്കും അദുവക്കും വഅദുവ അബീക്കും ലാ യഫൂതന്നക്കും. നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ ശത്രുവുണ്ട്. മനുഷ്യനെ കാണിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ ശത്രുവുണ്ട്. അവർ പറയാണ്, നിങ്ങളുടെ പിശാചുക്കളുടെ പിതാക്കന്മാരായിട്ടുള്ള ശത്രുവാണ് അവരുമായിട്ടുള്ളത്. വലാ യകുൻ ഹബ്ബുൽ ജന്ന വഹബ്ബുകുമുൻ നാർ. അവർക്ക് സ്വർഗം കിട്ടുന്ന അവസ്ഥയും നിങ്ങൾക്ക് നരകവുമാകുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. വനസീബുഹുർ റഹ്മ വനസീബുക്കും ലഅന. അവർക്ക് അള്ളാന്റെ കാരുണ്യവും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപത്തിനുമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വഖദ് അലിംതും അന്നമാ ജറാ അലയ്യ വഅലൈക്കും മിനൽ ഖിസ്യി വൽലഅനി വൽഇബ്ആദി മിൻ റഹ്മത്തില്ലാഹ് ഫസബബുഹു വമിൻ അജ്ലിഹി. നിങ്ങൾക്കറിയാം
അതായത് പിശാച് പറയാം, നിങ്ങൾക്കറിയാം എനിക്ക് ഈ നിന്ദ്യതയും അതുപോലെ അള്ളാഹുവിന്റെ ശാപവും അള്ളാഹുവിന്റെ റഹ്മത്തിനും അകൽച്ച ലഭിക്കാനുള്ള കാരണം അത് മനുഷ്യനാണ്. ഫബ്ദലു ജുഹ്ദകും അയ്യകൂനു ശുറകാഅനാ ഫീ ഹാദൽ ബരിയ. അതുകൊണ്ട് അവർക്കുള്ള ഈ നമ്മൾ അനുഭവിച്ച ഈ പരീക്ഷണത്തിൽ, ഈ ബുദ്ധിമുട്ടിൽ അവരെയും കൂടി പങ്കു ചേർക്കാൻ നിങ്ങൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. ഇദ് ഖദ് ഫാതനാ ശരികഹു സ്വാലിഹീഹിം ഫിൽ ജന്ന. അവരുടെ സ്വാലിഹ്യങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റൂല. അതുകൊണ്ട് അവരിലുള്ള ആളുകളെ പരമാവധി നമ്മുടെ ഒപ്പം നരകത്തിലേക്ക് ആക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പിശാച് അവരോട് പറയും. അഥവാ ഇബ്ലീസിന്റെ സൈന്യത്തെ മനുഷ്യനെതിരെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൈവിട്ടിരിക്കുകയാണ്. മനുഷ്യന് യാതൊരുവിധ സംരക്ഷണവും നൽകാതെ, മനുഷ്യന് യാതൊരുവിധ അവസരവും നൽകാതെ പിശാചിന് എല്ലാ തരത്തിലുള്ള ഈ അധികാരം കൊടുത്തിരിക്കുകയാണോ? ഇബ്നു ഖയ്യിം വിശദീകരിക്കുകയാണ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചുക്കൾ മനുഷ്യർക്കെതിരെ സൈന്യവുമായിട്ട് ഒരുങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ എന്താണെന്ന് പറയാണ്. വഅഖാമ സൂഖൽ ജിഹാദി ഫീ ഹാദിഹി ദാരി ഫീ മുദ്ദത്തിൽ ഉമർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമക്ക് ഒരുക്കിയിട്ടുള്ളത് അവന്റെ ആയുസിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ജിഹാദിനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലതി ഹിയ ബിൽ ഇദാഫതി ഇലൽ ആഖിറതി കനഫസിൻ വാഹിദ മിൻ അൻഫാസിഹ. അവന്റെ ആയുസ് മൊത്തം വെച്ച് നോക്കിയാലും പരലോകത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു നേരത്തെ നിശ്വാസം മാത്രമാണ്. വസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ട് വാങ്ങിയിരിക്കുകയാണ്. അവരുടെ സ്വന്തവും സമ്പത്തും എല്ലാം പകരം സ്വർഗം നൽകാൻ എന്ന് പറഞ്ഞിട്ട് യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടുന്നു. ഫയഖ്തുലൂന വയുഖ്തലൂൻ. അവർ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കുന്നു, കൊല്ലപ്പെടുന്നു. വഅഖ്ബറ അന്ന ദാലിക വഅദുൻ മുഅക്കദുൻ അലൈഹി ഫീ അഷ്റഫി കുതുബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരു വാഗ്ദാനമായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഹിയ തൗറാത്ത് വൽ ഇൻജീൽ വൽ ഖുർആൻ. തൗറാത്തിലും ഇൻജീലും ഖുർആനിലും എല്ലാം പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരാറാണിത്. ഈ അല്ലാഹുമായിട്ടുള്ള കച്ചവടം അല്ലാഹു അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ യുദ്ധത്തിന് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ഇബ്ലീസും സൈന്യവും എല്ലാ രീതിയിലും ഒരുങ്ങുമ്പോൾ, സന്താനങ്ങളെയും അവരുടെ ആളുകളെയും കൂട്ടി ഒരുങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അവർക്കെതിരെ ജിഹാദ് ചെയ്യണം എന്നുള്ളതാണ്. ആ ജിഹാദ് ചെയ്യുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്തായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൂറത്ത് സഫിലെ ആയത്തുകൾ ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ആയത്തുകളാണ്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. ഞാൻ നിങ്ങൾക്ക് ഒരു കച്ചവടം അറിയിക്കട്ടെ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ സഹായിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന, രക്ഷയേകുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിക്കട്ടെ. തുഅ്മിനൂന ബില്ലാഹ്. എന്താണത്? നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ റസൂലിൽ വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം, പരിശ്രമിക്കണം. ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. യഗ്ഫിർ ലക്കും, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. വമസാകിന ത്വയ്യിബ ഫീ ജന്നാതി അദ്ൻ, ഏറ്റവും വിശിഷ്ടമായ താമസ സ്ഥലം അദ്ൻ എന്ന സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് നൽകും. ദാലികൽ ഫൗസുൽ അളീം, അതാണ് മഹത്തായ വിജയം. വഉഖ്റാ തുഹിബ്ബൂനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്. നസ്റും മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണത്, അല്ലാഹുവിൽ നിന്ന് അടുത്തു തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വിജയമാണത്. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അഥവാ അല്ലാഹുമായിട്ട് ഈ കച്ചവടത്തിൽ ജിഹാദിന് വേണ്ടി നാം തയ്യാറായാൽ, പിശാചിനെതിരെയുള്ള ഈ ജിഹാദിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അത് തുടക്കാണ്. എല്ലാ രീതിയിലുള്ള ജിഹാദിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. വലം യുസല്ലിത് സുബ്ഹാനഹു ഹാദൽ അദുവ അലാ അബ്ദിഹിൽ മുഅ്മിൻ, ഒരിക്കലും അല്ലാഹു ഇബ്ലീസിന് മുഅ്മിനായ ഒരു അടിമയുടെ മേലെ അധികാരപ്പെടുത്തുന്ന, കീഴ്പ്പെടുത്തുന്ന ഒരു അവസ്ഥ കൊടുത്തിട്ടില്ല. ഇല്ലാ ലിഅന്നൽ ജിഹാദ അഹബ്ബു ഷൈഇൻ ഇലൈഹി, ആ അടിമക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി ജിഹാദിനെ ആക്കാതെ. വഹുലഹു അർഫഉൽ ഖൽഖ് ഇൻദഹു ദറജാത്ത്,
അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ ജിഹാദ് ചെയ്യുന്നത് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ളത്. വഖറബുഹും ഇലൈഹി വസീല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം നേടിയിട്ടുള്ളത്. ഫഅഖദ സുബ്ഹാനഹു ലിവാ ഹാദൽ ഹർബി ലിഖുലാസതി മഖ്ലൂഖാതിഹി, മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് ഈ ഒരു ഹർബിന്റെ യുദ്ധത്തിന്റെ കൊടിയെ അള്ളാഹു തആല നാട്ടിയിട്ടുണ്ട്. വഹുവൽ ഖൽബുൽ ലദീ ഹുവ മഹല്ലു മഅരിഫതിഹി, ഓരോ മുഅ്മിനിന്റെയും ഖൽബിൽ, ആ ഖൽബ് എന്താണ്? അള്ളാഹുവിനെ അറിയുന്ന സ്ഥാനമാണ്. മഹബ്ബത്തിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ സ്ഥാനമാണ്. വഉബൂദിയത്തി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ സ്ഥാനമാണ്. വലിഖ്ലാസി ലഹു വതവക്കുലി അലൈഹി വലിനാബത്തി ഇലൈഹി ഫവല്ലാഹു അംറ ഹാദൽ ഹർബ്, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നതിനും അള്ളാഹുവിന് മടങ്ങുന്നതിന്റെയും സ്ഥാനമാണ്. എന്നിട്ട് വീണ്ടും പറയാണ് അള്ളാഹു തആല അത് മാത്രമല്ല, അള്ളാഹു തആല അടിമകളെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ, മുഅ്മിനായ അടിമയെ അവന് ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു തആല സൂറത്തുർ റഅദിൽ പറഞ്ഞു, ലഹു മുഅഖിബാതുൻ മിൻ ബൈന യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യനെ കാത്തുസൂക്ഷിക്കാൻ അവരുടെ മുന്നിലും പിന്നിലുമായിട്ട് അള്ളാഹു മലക്കുകളെ ഒരുക്കിയിട്ടുണ്ട്. അവരൊരിക്കലും പോകുന്നില്ല. അള്ളാഹു അവരെ മാറ്റി മാറ്റി സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന രീതിയിൽ എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പിശാചിന്റെ ഈ കെണിയിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇനി പിശാചിന്റെ ഈ ഉപദ്രവത്തിൽ നിന്ന് അവന് സഹായകമേകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ്, 2 ഈമാനാണ്, 3 യഖീനാണ്. ഈ 3 കാര്യങ്ങളാണ് യുദ്ധത്തിൽ ഏറ്റവും അവന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ഇബ്നു ഖയ്യിം പറയുന്നു, വബിൽ മഅരിഫതി മുശീറതൻ അലൈഹി നാസിഹതൻ ലഹു, അള്ളാഹുവിനെ അറിയുന്നത് വഴി അവന് നേരായ മാർഗത്തിലേക്ക് മനസ്സിലാകാനോ അവനൊരു ഉപദേശകനുമായിട്ട് അതുണ്ടാകും. വബിൽ ഈമാൻ മുസ്ബിതൻ ലഹു വമുഅയ്യിദൻ വനാസിറൻ, ഈമാൻ കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുന്ന, സ്ഥിരയോട് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. വബിൽ യഖീൻ, യഖീൻ കൊണ്ടോ കാശിഫൻ ലഹു അൻ ഹഖീഖത്തിൽ അംർ, കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവന് വെളിവാകും. ദൃഢമായ വിശ്വാസമുണ്ടെങ്കിൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവന് മുമ്പിൽ വെളിവാവുകയും ചെയ്യും. അങ്ങനെയാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെ ഓരോ രീതിയിൽ അള്ളാഹു അവനെ സഹായിച്ചിട്ടുണ്ട് അവനെ സംരക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ നിർത്തിയോ? ഇല്ല, വീണ്ടും അള്ളാഹു തആല അവനെ സംരക്ഷിക്കാൻ ثم أمد سبحانه القائم بهذا الحرب بالقوى الظاهرة والباطنة, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള പല ശക്തികളും അള്ളാഹു തആല മനുഷ്യന് പിശാചിനെതിരെ ഉറച്ചു നിൽക്കാൻ നൽകിയിട്ടുണ്ട്. ഫജഅല അൽഐന തലീഅതുഹു, കണ്ണിനെ കൊടുത്തിട്ടുണ്ട്. പിശാചിന്റെ കനികളിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന് ചിന്തിക്കാൻ ആവശ്യമായുള്ള കാര്യങ്ങളെ കാണാൻ. വൽ ഉദ്ന സാഹിബ ഖബരിഹി, ചെവിയെ കൊടുത്തിട്ടുണ്ട് പിശാചിന്റെ ഈ കനികളെ കുറിച്ച് കേൾക്കാൻ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കേൾക്കാൻ. വൽ ലിസാന തുർജുമാനഹു, നാവിനെ ആ കാര്യങ്ങൾ സംസാരിക്കാൻ. വൽ യദൈനി വദ്രിജ്ലൈനി അഅ്വാനഹു, അവന്റെ 2 കാലുകളും 2 കൈകളും ഇതിനുള്ള സഹായമായിക്കൊണ്ട്. വഖാമൽ മലായികതു വഹമലത അർശി യസ്തഗ്ഫിറുന ലഹു, മലക്കുകളെ കാവൽ നൽകിയിട്ടുണ്ട്. അതുപോലെ അർശിനെ ഏൽക്കുന്ന മലക്കുകൾ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അള്ളാഹു അവനെ സംരക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഹൗലായി ഹിസ്ബി വഹിസ്ബുല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹു പറഞ്ഞ അവരാണ് അള്ളാഹുവിന്റെ കൂട്ടർ, ആ കൂട്ടരാണ് വിജയിക്കുന്ന ആളുകൾ. അള്ളാഹു തആല പറഞ്ഞു ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് അള്ളാഹുവിന്റെ കൂട്ടർ, ഇവരാണ് വിജയിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു വ ഇന്ന ജുൻദനാ ലഹുമുൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം അവരാണ് വിജയിക്കുക. അതായത് ഇവിടെ പറഞ്ഞു വന്നത് ഇബ്നു ഖയ്യിം ഇത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ എഴുതിയ കാര്യങ്ങൾ പിന്നെ അതിന്റെ ആശയത്തെ എങ്ങനെയാണ് പറയാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് എത്രത്തോളം വ്യക്തമായി മനസ്സിലാക്കി തരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള കിതാബാണ്, വായിച്ച് ചിന്തിക്കേണ്ട ഒരു കിതാബാണ്. അല്ലാഹു മുസ്തആൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ പറയാനും മനസ്സിലാക്കാനും. ഇവിടെ പറഞ്ഞത് ഇബ്ലീസിന്റെ സൈന്യവും ആൾക്കാരുമായിട്ട് പിശാചിനെതിരെ ഒരു സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു പകരം ജിഹാദ് ചെയ്യാനുള്ള പ്രോത്സാഹനവും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതിനുള്ള പ്രതിഫലവും അതിനു പുറമെ മലക്കുകളുടെ സംരക്ഷണവും അതുപോലെ അള്ളാഹുവിന്റെ കൂട്ടരായി നിൽക്കുന്നവർക്ക് വിജയവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 സൈന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഇനി ആ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് പറയാണ് വഅല്ലമ സുബ്ഹാനഹു ഇബാദഹു കൈഫിയത ഹാദൽ ഹർബി വൽ ജിഹാദ്, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു മനുഷ്യന് എങ്ങനെയാണ് നിങ്ങൾ ഈ പിശാചിനോട് ജിഹാദ് ചെയ്യേണ്ടത്,
എങ്ങനെയാണ് നിങ്ങൾ യുദ്ധത്തിൽ വിജയിക്കേണ്ടത് അതും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. ഫജമഅ ലഹും ഫി 4 കലിമാത്ത്, 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യുദ്ധം വിജയിക്കാം. 4 വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. ഏതാണ് 4 കാര്യങ്ങൾ? സൂറത്ത് ആലി ഇമ്രാനിലെ 200-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ഉസ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങളാണ് പിശാചുമായിട്ടുള്ള ജിഹാദിലും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വേറെ കുഫാറുകളോ മുനാഫിക്കുകളോ ആരുമായിട്ടാണെങ്കിലും ആ ജിഹാദിൽ ആവശ്യമായിട്ടുള്ള 4 കാര്യങ്ങളെയും അള്ളാഹു പഠിപ്പിച്ചു. ഒന്നാമത്തേത് എന്താണ്? സ്വബർ, ക്ഷമ ഉണ്ടായിരിക്കണം. ക്ഷമ എന്നുള്ളത് ഉറച്ചു നിൽക്കുന്ന അർത്ഥത്തിൽ പറയാം, ആ ഒരു ക്ഷമയോടുകൂടി നിൽക്കണം. രണ്ടാമത്തേത് സ്ബിറു വസ്വാബിറു, മുസാബറത്ത്. മുസാബറത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഒരു മടുപ്പില്ലാതെ എല്ലാ രീതിയിലും സംരക്ഷിക്കുന്ന രീതിയിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. മൂന്നാമത്തേത് വറാബിതു, കാവൽ നിൽക്കുന്ന അവസ്ഥ. റിബാത്ത് എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക എന്നൊക്കെ പൊതുവെ പറയാം, ശത്രുവിന്റെ ആക്രമണത്തിന് കാവൽ നിൽക്കുന്ന. നാലാമത്തേത് വത്തഖുല്ലാഹ്, തഖ്വ. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ പിശാചുമായുള്ള ജിഹാദിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കാൻ ഇതിനെ വലാ യതിമു അംറു ഹാദൽ ജിഹാദ് ഇല്ലാ ബിഹാദിൽ ഉമൂരിൽ 4. ഈ ജിഹാദിനെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഈ 4 കാര്യങ്ങളില്ലാതെ. നമ്മുടെ ജീവിതത്തിൽ പിശാചിന്റെ കെണിയിലകപ്പെട്ട് തിന്മകളിലും മറ്റും നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ ആ പിശാചിനെതിരെയുള്ള ജിഹാദിൽ ഈ 4 കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഫലാ യതിമു ലഹു സ്വബ്ർ ഇല്ലാ ബിമുസാബറത്തിൽ അദു. ഒരുത്തന് ക്ഷമയുണ്ട്, പക്ഷെ ആ ക്ഷമ ഒരിക്കലും അവന് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ആ ക്ഷമ തുടർന്നുകൊണ്ടിരിക്കാതെ. എപ്പോഴും ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ സംരക്ഷണമായിട്ട് ആ ക്ഷമ നിലനിൽക്കാതെ. വഹിയൽ ഖൽബു വഹിറാസതുഹു, ഉദ്ദേശം എന്താണ്? ഖൽബിനെ, അതിനെ സംരക്ഷിക്കുക എന്നത്. ലി അല്ലാ യദ്ഖുല മിൻഹുൽ അദു, ശത്രു ഖൽബിലേക്ക് പ്രവേശിക്കാതെ. ولزوم ثغر مقاومته ومنازلته وإذا صابر عدوه احتاج إلى أمر آخر وهو المرابطة. ഇനിയിപ്പോ എപ്പോഴും ക്ഷമയോടുകൂടി നിന്നു വിചാരിക്കുക. പിന്നെ അടുത്ത കാര്യം വേണ്ടത് മുറാബത്താണ്, അഥവാ കാവൽ നിൽക്കുന്ന, ഒരിക്കലും പ്രവേശിക്കാതെ ആ കാവൽ നിൽക്കുന്ന അവസ്ഥയെ സംരക്ഷിക്കണം. വഹിയ ലുസൂമു സഅറിൽ ഗൈനി വൽ ഉദ്നി വൽ ലിസാനി വൽ ബത്നി വൽ യദി വൽ റിജ്ൽ. ഖൽബുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഖൽബിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളായിട്ടുള്ള കണ്ണ്, കാത്, നാവ്, വയറ്, അതുപോലെ കൈകാലുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെ സംരക്ഷിക്കണം. എന്തിൽ നിന്ന്? പിശാചിന്റെ കയ്യിൽ നിന്ന്. എന്നാൽ മാത്രമേ ഖൽബിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ ജിഹാദിൽ വിജയിക്കാൻ പറ്റുള്ളൂ. فهذه الثغور منها يدخل العدو فيجوز خلال الديار ويفسد ما قدر عليه. ഈ വഴികളിലൂടെയാണ് ഒരു അടിമയുടെ ഖൽബിലേക്ക് പിശാച് കയറാനുള്ള വഴികൾ. അവന്റെ കണ്ണും കാതും നാവും അതുപോലെയുള്ള കൈകാലുകളുമെല്ലാമാണ് ആ പിശാചിന് കയറാനുള്ള മാർഗം. അപ്പൊ അത് കയറാതെ സംരക്ഷിക്കണം. فالمرابطة لزوم هذه الثغور, ഈ കാര്യങ്ങളെല്ലാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ولا يخلي مكانها فيصادف العدو الثغر خاليا فيدخل منها. ഒരിക്കലും ഈ കാര്യങ്ങളെ, അതിനെ കാവൽ നിൽക്കാത്ത അവസ്ഥ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ശൈത്താൻ പിന്നെ അതിലൂടെ പെട്ടെന്ന് കയറും, പെട്ടെന്ന് ഉള്ളിലേക്ക് കയറും. എന്നിട്ടൊരു പിന്നെ ഉദാഹരണം പറയാണ് ഇബ്നുൽ ഖയ്യിം. ഫഹാഉലായി അസ്ഹാബു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ, ഖൈറുൽ ഖൽഖി ബഅദ നബിയ്യിന വൽ മുർസലീൻ, റസൂലുകൾക്കും നബിമാർക്കും ശേഷമുള്ള ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. വഅളമുഹും ഹിമായതൻ വഹിറാസതൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് ഏറ്റവും നല്ല സംരക്ഷണവും കാത്തുസൂക്ഷിച്ചിരുന്ന ആളുകൾ. വഖദ് അഖ്ലഉൽ മകാന അല്ലദീ ഉമിറു ബിലുസൂമിഹി യൗമ ഉഹദ്, അവരോട് കാവൽ നിൽക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് ഉഹദ് യുദ്ധത്തിൽ അവരവിടെ നിന്ന് എന്തായി? മാറി നിന്നു. ഫദഖല മിൻഹുൽ അദു, അതുവഴി പിശാച് കയറി. ഫകാന മകാന, പിന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുകയും ചെയ്തു. അതായത് നമ്മുടെ കണ്ണിനെയും കാതിനെയും അവയവങ്ങളെയും പിശാചിന് പ്രവേശിക്കാതെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിക്കാതെ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ അതിലൂടെ പിന്നെ പിശാച് കയറും, നമ്മുടെ ഖൽബിലേക്ക് കയറും. ഖൽബാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയിൽ കാവൽ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി നിന്നപ്പോൾ അതിലൂടെ ശത്രുക്കൾ കയറിയതുപോലെ. എന്നിട്ട് പറയാണ് وجماع هذه الثلاثة وعمودها الذي تقوم به هو تقوى الله. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, സ്വബർ, മുസാബറത്ത്, അതുപോലെ പിന്നെ റിബാത്ത്, മുറാബത്ത്, ഈ 3 കാര്യങ്ങളും നേരാവണമെങ്കിൽ എന്ത് വേണം?
നാലാമത് പറഞ്ഞ തഖ്വ അല്ലാഹുവിന്റെ തഖ്വ വേണം. ഫലാ യൻഫഉ الصبر വലാ മുസാബറതു വലാ മുറാബതു ഇല്ലാ ബിത്തഖ്വ. തഖ്വ ഇല്ലാതെ ഈ മൂന്ന് കാര്യം ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അത് ഉപകരിക്കുന്നില്ല. ഫലാ തഖൂമു തഖ്വ ഇല്ലാ അലാ സാഖി الصبر. ക്ഷമ കൊണ്ടല്ലാതെ തഖ്വയും നിലനിൽക്കുകയില്ല. അതാണ് അവസ്ഥ. അപ്പോ ഇവിടെ രണ്ട് സൈന്യങ്ങളെ പറ്റി പറഞ്ഞു. പിശാചിന്റെ സൈന്യം പറഞ്ഞു, അതുപോലെ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സൈന്യവും പറഞ്ഞു. എന്നിട്ട് പറയാണ്, എന്നിട്ട് ഈ യുദ്ധത്തിന്റെ അവസ്ഥ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, എങ്ങനെയാണ് പിശാചിന്റെ സൈന്യവും കൽബാണ് രാജാവ്, ശരീരത്തിന്റെ രാജാവ് കൽബാണ്, കൽബിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ രീതിയിലെല്ലാം ഒരുങ്ങി നിന്നിട്ടുള്ള ഒരാള്. അപ്പൊ എങ്ങനെയാണ് പിശാച് പിന്നെ ആ യുദ്ധത്തിൽ ചെയ്ത് ഇവര് തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടുക എന്നാണ് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം പറയാണ്, അഖ്ബല മലികുൽ കഫറതി ബിജുനൂദിഹി വഅസാകിരിഹി. പിശാച് അവന്റെ സൈന്യവും കൂട്ടവുമായിട്ട് ഒരു മുഅ്മിനായ അടിമയുടെ കൽബിനെ, ഇവിടുത്തെ രാജാവ് കൽബാണ്, കൽബിനെ നശിപ്പിക്കാൻ വേണ്ടി വരും. ഫവജദൽ ഖൽബ ഫീ ഹിസ്നിഹി ജാലിസൻ അലാ കുർസി മംലകതിഹി. കൽബിനെ കാണും, ഏതവസ്ഥയിൽ കാണും? അതിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട്. ആ കൽബിന് ചുറ്റും സംരക്ഷനായിട്ട് അവന്റെ കണ്ണും കയ്യും കാലും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വബറുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്, പോരാത്തതിന് മലക്കുകളുണ്ട്, എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെട്ടതായിട്ട് പിശാചും കൂട്ടരും കാണും. അംറുഹു നാഫിദുൻ ഫീ അവാനിഹി വജുൻദുഹു ഖദ് ഹഫൗ ബിഹി. അങ്ങനെ നോക്കുമ്പോ എല്ലാ രീതിയിലും സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ പിശാചിന്റെ നേതാവ് ഒപ്പമുള്ള ആളുകളോട് പറയും, ഫസഅല ചോദിക്കും, മൻ അഖസ്തുൽ ജുൻദി ബിഹി വഅഖറബുഹും മിൻഹു മൻസിലതൻ. ആ കൽബിനെ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ കൽബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ സൈന്യം എന്താണ്, അല്ലെങ്കിൽ എന്ത് തകർത്താലാണ് ആ കൽബിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുക? ഫഖീല ലഹു. അപ്പൊ മറ്റുള്ള പിശാചുക്കൾ ഈ രാജാവായിട്ടുള്ള പിശാചിനോട് പറയും, ഹിയ അൻ-നഫ്സ്. അത് നഫ്സാണ്, അതവന്റെ മനസ്സാണ്. കൽബിലേക്ക് കയറാനുള്ള ഏറ്റവും മാർഗം നഫ്സാണ്, സംരക്ഷിക്കപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന നഫ്സാണ്. അത് പൊളിച്ചു കഴിഞ്ഞാൽ, അതിനെ കേടുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൽബിലേക്ക് എത്താം. ഫഖാല ലി അഅ്വാനിഹി. അപ്പൊ പിശാചിന്റെ നേതാവ് ഒപ്പമുള്ളവരോട് പറയും, ഉദ്ഖുലു അലൈഹാ മിൻ മുറാദിഹാ. ആ നഫ്സ് ഇഷ്ടപ്പെടുന്ന എന്താണോ അതിലൂടെ നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറണം. ഇത് ശരിക്ക് നല്ല രസമാണ് ഈ പറഞ്ഞത്. നമ്മളൊരു തിന്മയിലേക്ക് അകപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചാൽ മതി. ഇതേപോലെ തന്നെയാവും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. ഒരു തിന്മയിൽ ഒരു മനുഷ്യൻ വീഴുന്നത് ഇതുപോലെ ചില കാര്യങ്ങളിലൂടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതൊന്ന് മനസ്സിലാക്കി തരാൻ ഇബ്നുൽ ഖയ്യിം നല്ല രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. പറയും ആ നഫ്സിന്റെ ഉദ്ദേശങ്ങൾ എന്താണോ, ചിന്തകൾ എന്താണോ, അതിലൂടെ കയറാൻ നോക്കുക. വൻദുറു മവാഖിയ മഹബ്ബതിഹാ വമാ ഹുവ മഹ്ബൂബുഹാ. എന്താണ് ആ നഫ്സിന് ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കുക, ആ നഫ്സിന് എന്താണോ ഏറ്റവും താല്പര്യമുള്ളത് എന്ന് നോക്കുക. فعدوها ومنوها إياه وانقشوا صورة المحبوب فيها في يقظتها ومنامها. ആ കാര്യത്തിനോടുള്ള വാഗ്ദാനങ്ങൾ നൽകുക, അതിനോടുള്ള കൊതി വർദ്ധിപ്പിക്കുക. അവന്റെ ഉറക്കത്തിലാവട്ടെ അവൻ ബോധത്തിലാവട്ടെ അവന് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കുക. നഫ്സിന് താല്പര്യമുള്ള ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും. ചിലർക്ക് സ്ത്രീകളോടായിരിക്കും, ചിലർക്ക് ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് സമ്പത്തിനോടായിരിക്കും. അപ്പൊ നഫ്സിന് എന്താണോ ഇഷ്ടമുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള ഓർമ്മ കൂടുതലാക്കി കൊടുക്കുക. فإذا اطمأنت إليه وسكنت عنده فاطرحوا عليها كلاليب الشهوة وخطاطيفها. അങ്ങനെ ആ ചിന്തയിൽ അവൻ സമാധാനം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ, ആ ചിന്ത കൂടുതലായി ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ ശഹ്വത്തിന്റെ ചങ്ങലകൾ അവന്റെ മേലെ ഇട്ടു കൊടുക്കുക. ശഹ്വത്തിന്റെ നഫ്സിന്റെ മേലെ അതിനോടുള്ള ഇച്ഛയുടെ ചങ്ങലകൾ ഇട്ടു കൊടുക്കുക. ثم جروها بها إليكم. പിന്നെ അവനങ്ങോട്ട് വലിച്ചുകൊണ്ടുവന്നോളി. പിന്നെ ആ ചങ്ങലയിൽ അവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ നഫ്സിനെ നിങ്ങൾ വലിച്ചുകൊണ്ടുവന്നോളി. ഫൈദാ ഖാമർത അലൽ ഖൽബ്. അങ്ങനെ കൽബിലേക്കുള്ള ഒരു വഴി ലഭിക്കുന്നവർ. അങ്ങനെ കൽബിലേക്കുള്ള ഒരു വഴി ലഭിക്കാൻ ഈ നഫ്സ് മാറിക്കഴിഞ്ഞാൽ വസാറത് മഅകും അലൈഹി മലക്തും സുഗൂർ അൽ ഐനി വൽ ഉദ്നി വൽ ലിസാനി വൽ ഫമി വൽ യദി വൽ റിജ്ൽ. ഈ നഫ്സിനെ നിങ്ങൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ആ കൽബിനെ സംരക്ഷിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കണ്ണും കാതും നാവും അതുപോലെ തന്നെ അവന്റെ വായും കൈകാലുകളൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്ന അവസ്ഥയായിരിക്കും. ഒക്കെ പിന്നെ നിങ്ങൾ പറയുന്ന പോലെ പിശാചുക്കൾ പറയാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാൻ തുടങ്ങും. അതായത് നഫ്സ് ഒരു തിന്മയോട് താല്പര്യം ഇച്ഛയും കാണിച്ചു കഴിഞ്ഞാല് പിന്നെ കണ്ണും കാതൊക്കെ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോ ഹറാമ ഒരു കാര്യം കാണാൻ ആണോ നഫ്സിന് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരുത്തൻ നല്ലൊരാളാണ്, അവരെല്ലാ രീതിയിലും അള്ളാഹിനെ ദിക്ർ ചെയ്ത് സൂക്ഷിച്ച് കാത്തു സൂക്ഷിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പൊ അവന്റെ ഉള്ളിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ആഗ്രഹം ഉണ്ടാവും. ഓരോ നഫ്സിനും ഓരോ തിന്മയോട് താല്പര്യം ഉണ്ടാവും, അത് ഉള്ളിലുണ്ടാവും. അത് എത്രത്തോളം ക്ഷമിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ വിജയം. ഒരു മുഅ്മിനും തിന്മയോട് താല്പര്യം ഇല്ലാത്ത ആഗ്രഹമില്ലാത്ത ഒരാളൊന്നും ആവൂല.
അവനുള്ളിലുണ്ടാവും, പക്ഷെ അത് ക്ഷമിച്ചു നിൽക്കുന്ന മുഅ്മിൻ ഉത്തമനാണ്. അപ്പൊ ഈ ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നഫ്സ് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ അവൻ കാണുന്നത് നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇപ്പൊ പിന്നെ ഒരു താല്പര്യം, ഒരു ഹറാമായത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അവൻ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവൻ അതിലേക്കുള്ള നോട്ടം നോക്കാൻ തുടങ്ങും. അവൻ കേൾക്കുന്നത് അതുപോലെ കേൾക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് പോകാൻ തുടങ്ങും. അത് പിശാച് അവനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം അവന്റെ ശഹവത്ത് വർദ്ധിച്ചിട്ടുണ്ടാവും, അവനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കാത്തു സംരക്ഷിക്കുന്ന പിശാചുക്കളായിരിക്കും. അവന്റെ കണ്ണും കാതും ഒക്കെ പിന്നെ പിശാചുക്കളായിരിക്കും കൺട്രോൾ ചെയ്യുക എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ആ വഴിയിലൂടെ കൽബിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതാണ് അവനെ നിങ്ങൾ ബന്ധിയാക്കേണ്ടത്. അവനെ നിങ്ങൾ പിടിച്ച് കീഴ്പ്പെടുത്തണം. പിന്നെ ഒരു വഴിയിലൂടെയും വേറൊരാൾക്കും അതിനെ സംരക്ഷിക്കാൻ കയറാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യണം? അവനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലാക്കണം. എന്നിട്ട് പറയാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരു ചെറിയ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അവന്റെ കണ്ണിനെ എന്ത് ചെയ്യണം? അവന് ചിന്തിക്കാനോ ഉറ്റാലോചിക്കാനോ ആവശ്യമുള്ള ഒരു സാധനത്തിക്ക് നോട്ടം കൊടുക്കാതെ അവന്റെ നോട്ടം മൊത്തം എന്തായിരിക്കണം? അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഭംഗിയായി കാണിക്കുന്ന, അവന് ഒരു ഗഫ്ലത്തിൽ നിറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കണം നോട്ടം മുഴുവൻ നിങ്ങൾ തിരിക്കേണ്ടത്. പിശാചുക്കൾ പറയാം തിരിക്കേണ്ടത്. അവൻ ഒരിക്കലും വേറെ എന്തെങ്കിലും ചിന്തിച്ച് അള്ളാഹിന്റെ എന്തെങ്കിലും കഴിവോ ശക്തിയോ ചിന്തിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പിന്നെ ശഹ്വത്തിന്റെ നോട്ടങ്ങളും അശ്രദ്ധയുടെ നോട്ടങ്ങളും മാത്രമേ അവന് കൊടുക്കാൻ പാടുള്ളൂ. അതിലേക്കാണ് അവനെ നയിക്കേണ്ടത്. അവന്റെ നഫ്സിനെ പഴപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്, അവന്റെ കണ്ണിനെ തെറ്റിക്കുക എന്നുള്ളതാണ്. കണ്ണ് ഹറാമായതിലേക്കും അവന്റെ ശഹ്വത്തിലേക്കും വിടുക എന്നുള്ളതാണ്. അവന് ഏറ്റവും ദുർബലമായി പോകുന്നതും ആ കണ്ണിനെ കാത്തു സൂക്ഷിക്കുന്നിടത്താണ്. എന്നിട്ട് പറയാണ് അതിലൂടെയാണ് അവരുടെ ഗജരാവുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ പിശാചിന്റെ നേതാവ് പറയും, മനുഷ്യനെ ഞാൻ കണ്ണുപോലെ വേറൊരു കാര്യം കൊണ്ട് നശിപ്പിച്ചിട്ടില്ല. ആ കണ്ണിലൂടെയാണ് അവന്റെ കൽബിൽ ശഹ്വത്ത് ഞാൻ വിറ്റുപാകുക. പിന്നീട് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്ത് അവനാ വെള്ളം കൊടുത്ത് അത് ഞാൻ വളർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ നോട്ടം കാരണത്താൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ തീരുമാനങ്ങൾ അവന്റെ മേലെ ദൃഢമാകും. ആ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഈ ചങ്ങല കൊണ്ട്, ശഹ്വത്തിന്റെ ചങ്ങല കൊണ്ട് അവനെ നാം പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അത്രത്തോളം പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നയിക്കും. എത്രത്തോളം വെച്ചാൽ ചിന്ത തന്നെ തെറ്റും. ചില സൂഫികൾ പറയുന്ന പോലെ, ചില സൂഫികൾ അവർ സ്ത്രീകളെ നോക്കുന്നതിനും അതുപോലെ തന്നെ അമ്രതുകളായിട്ടുള്ള മീശയും താടിയും വളരാത്ത കുട്ടികളെ നോക്കി ആസ്വദിക്കുന്നതിനും അവർ തെളിവ് പിടിക്കുന്ന അവസ്ഥ വരും. അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അതിനെ കണ്ട് അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുകയാണെന്ന് പറയുന്നവരെ അവരുടെ കൽബ് പിഴച്ചു പോകുന്ന അവസ്ഥയിൽ അവരെ പിഴപ്പിക്കും. എന്നൊരു പിശാച് വീണ്ടും പറയും, അങ്ങനെ കണ്ണ് നിങ്ങളുടെ നിയന്ത്രണത്തിലായാൽ പിന്നെ അവന്റെ കാതിനെ നിങ്ങൾ കേടുവരുത്താം. ആ കാതിലൂടെ അവൻ ഉപദേശകനായിട്ടൊരു കാര്യം കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ബാത്തിലായ കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം കാത് എന്നുള്ളത് എന്താണ്? ഏറ്റവും അവന് ഉപദേശകനായിട്ട് കാര്യങ്ങൾ കേൾക്കാനുള്ള കാര്യമാണ്. പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മിഫ്താഹ് ദാരിസ് സഅദയിൽ പറഞ്ഞ പോലെ, ഒരാൾക്ക് കണ്ണിന് കാഴ്ച പോയി എന്ന് വിചാരിക്കാം, അവന് ദുനിയാവേ പോവുള്ളൂ. ദീനിന്റെ നസീഹത്തുകൾ കേൾക്കാൻ സാധിക്കും, അവന് ശരിക്കൊരു ഉപകാരമായിരിക്കും. ദുനിയാവിന്റെ ശഹ്വത്തുകൾ കാണണ്ട, എന്നാൽ ദീനിന്റെ നസീഹത്ത് കേൾക്കും ചെയ്യാം. പക്ഷെ ഒരാൾക്ക് ചെവി കേൾക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചോളി, അവന്റെ അവസ്ഥ എന്താ? ദുനിയാവിന്റെ ശഹ്വത്തുകൾ കാണും വേണം, ദീനിന്റെ നസീഹത്തുകൾ കേൾക്കാനും പറ്റൂല. അപ്പോ പിന്നെ അവന് ഏറ്റവും ഉപകരിക്കുക നസീഹത്തുകൾ കേൾക്കുന്നതായിരിക്കും. കണ്ണുകൊണ്ട് ശഹ്വത്തിൽ അകപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് രക്ഷ എന്താണ്? അവന്റെ കാതിൽ ദീനിന്റെ നസീഹത്തുകൾ കേൾക്കലാണ്. ആ കേൾക്കുന്നത് തടയണം. ബാത്തിലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ അവന് കേൾക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ. അത്രത്തോളം തിന്മകളും പഴച്ച വാദങ്ങളും പഴച്ച ചിന്തകളുമായിരിക്കണം അവന്റെ ഉള്ളിൽ കയറേണ്ടത്. ഒരിക്കലും
അള്ളാഹുവിന്റെ കലാമോ റസൂലിന്റെ കലാമോ ഉപദേശകന്മാരുടെ ഉപദേശമോ കേൾക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവനെ അതിൽ നിന്ന് തെറ്റിച്ച് പിഴച്ച ചിന്തകളിലും വാദങ്ങളിലും മാത്രം കേൾക്കുന്ന അവസ്ഥയിലായിരിക്കണം അവനെ നിങ്ങളാക്കേണ്ടത്. അപ്പൊ പിശാച് സൈന്യം എന്തായി? ആദ്യം കൽബിലേക്ക് കയറാൻ നഫ്സിനെ കീഴ്പ്പെടുത്തി, കൽബിൽ ഒരു സ്ഥാനം കിട്ടിയപ്പോൾ കണ്ണും കാതും കൊണ്ട് അങ്ങനെയാക്കി. എന്നിട്ട് വീണ്ടും പറയും കുമ്മ യഖൂൽ. എന്നിട്ട് പിശാചിന്റെ ഒപ്പമുള്ളവരോട് പറയും ഖൂമു അലാ സഗലിൽ ലിസാൻ. പിന്നെ ഞങ്ങൾ അവന്റെ നാവിനെ കേടുവരുത്തണം, അവന്റെ നാവിനെ. ഫൈന സഗലുൽ അഅ്ളം, അതാണ് ഏറ്റവും വലിയ സംരക്ഷകനായിട്ട് കൽബിനുണ്ടാവുക. കാരണം നാവ് നേരെയായാൽ കൽബ് നേരെയാവും. وهو قبالة الملك فاجروا عليه من الكلام ما يضره ولا ينفعه. അവന് ഉപകാരമില്ലാത്ത ഉപദ്രവമുണ്ടാക്കുന്ന വാക്കുകൾ അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവണം. അവന് ഉപകാരം ഉണ്ടാക്കുന്ന ഒന്നും അവന്റെ നാവിൽ നിന്ന് വരാത്ത രീതിയിലാക്കണം. ഏതൊക്കെയാണ്? മിൻ ദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്ർ, ഇസ്തിഗ്ഫാർ, അതുപോലെ തിലാവത്ത് കിതാബി ഖുർആൻ പാരായണം, വനസീഹത്ത് ഇബാദിഹി അടിമകളെ ഉപദേശിക്കുന്നത്, വതകല്ലുമു ബിൽ ഇൽമി നാഫി ഉപകാരപ്രദമായ ഇൽമു പറയൽ, വയകൂൻ ലക്കും ഫി ഹാദ അംറാനി അദീമാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ തെറ്റിക്കണം പറയും. എന്നിട്ട് പറയാണ് രണ്ട് കാര്യങ്ങളാണ് നാവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. നാവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അത്തക്കല്ലുമു ബിൽ ബാത്തിൽ. ഇബ്ലീസിന്റെ നേതാവ് ശൈത്താൻ ബാക്കിയുള്ളവരോട് പറയാട്ടോ. ഒന്ന്, അവൻ സംസാരിക്കുകയാണെങ്കിൽ തക്കല്ലുമു ബിൽ ബാത്തിൽ, ബാത്തിനെ കൊണ്ട് സംസാരിപ്പിക്കണം. രണ്ട്, അസ്സുകൂതു അനിൽ ഹഖ്. രണ്ടവൻ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഹക്കിനെ തൊട്ട് തടയുന്നവനായിരിക്കണം. ഹക്ക് പറയുന്ന ആളുകളിൽ സത്യം എത്തിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, അത് തടയുന്നവനായിരിക്കണം. ഒന്നാമത്തേക്കാൾ അപകടമാണ് രണ്ടാമത്തേത്. ബാത്തിൽ പറയുന്നതിനേക്കാൾ അപകടമാണ് ഹക്ക് അറിഞ്ഞിട്ടത് പറയാതെ മിണ്ടാതിരിക്കുക. ഈ രണ്ടവസ്ഥയിൽ അവനെ കുടുക്കിക്കളയണം എന്ന് പറയും. ആര് പറയും? ഇബ്ലീസിന്റെ ഒപ്പമുള്ള ബാക്കിയുള്ളവരോട് പറയും. എന്നിട്ട് പറയാണ് വകൂനു അഅവാരൻ അലൽ ഇൻസി ബികുല്ലി തരീഖിൻ വദ്ഖുലു അലൈഹി മിൻ കുല്ലി ബാബ്. എല്ലാ വഴിയിലൂടെയും ആ മനുഷ്യനെ തെറ്റിക്കാൻ നിങ്ങൾ പണിയെടുക്കണം. വഖഉദു ലഹും കുല്ല മർസദ്. എല്ലാ വഴിയിലും നിങ്ങൾ തടസ്സമായി നിൽക്കണം. അമാ സമിഅതും ഖസ്മി വല്ലദി അഖ്സംതു ബിഹി ലിറബ്ബിഹിം ഹൈതു ഖുൽതു. അല്ലാഹുവിനോട് ഞാൻ പറഞ്ഞ സത്യം ചെയ്തുള്ള വാക്യങ്ങൾ കേട്ടിട്ടില്ലേ? ഫബിമാ, സൂറത്തുൽ അഅറാഫിൽ ആയത്തുകൾ, ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തൽ മുസ്തഖീം. നീ എന്നെ ഈ പഴപ്പിച്ചത് കൊണ്ട് അല്ലാഹ് നിന്റെ അടിമകളുടെ നേരായ മാർഗത്തിൽ ഞാൻ പോയിരിക്കും. ثم لآتينهم, എന്നിട്ട് അവരുടെ അടുക്കൽ ഞാൻ വരും. മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം. അവരുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതുഭാഗത്തുനിന്നും ഇടതുഭാഗത്തുനിന്നെല്ലാം. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ. അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായിട്ട് കാണില്ല എന്ന് പറയും. കാരണം പിശാച് എല്ലാ രീതിയിലും പഴപ്പിക്കാൻ നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശൈത്താന ഖദ് ഖഅദ ലിബ്നി ആദം ബിഅത്റുഖിഹി കുല്ലിഹാ. പിശാച് മനുഷ്യന്റെ എല്ലാ മാർഗത്തിലും പോയിരിക്കും. ഫഖഅദ ലഹു ബിതരീഖിൽ ഇസ്ലാം. ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഫഖാല, അവൻ പറയും അതുസ്ലിമു വതദറു ദീനക വദീന ആബായിക. നീ മുസ്ലിം ആവുകയും നിന്റെയും നിന്റെ പൂർവ്വപിതാക്കന്മാരെയും ദീനെയും കൈവിടുകയാണോ ചോദിക്കും. ഫഖാല ഫഹുവ അസ്ലം. മനുഷ്യൻ അതിനെതിരായിട്ട് ഇസ്ലാം സ്വീകരിക്കും. ഫഖഅദ ലഹു ബിതരീഖിൽ ഹിജ്റ. ഹിജ്റയുടെ മാർഗത്തിൽ പോയിരിക്കും. എന്നിട്ട് ചോദിക്കും ഫഖാല തുഹാജിർ വതദറു അർളക വസമാക. നീ ഹിജ്റ ചെയ്ത് നിന്റെ ഈ നാടും വീടും ഒക്കെ വിട്ടു പോവാണോ ചോദിക്കും. ഫഖാല ഫഹുവ ഹാജിർ. അവനത് ഒഴിവാക്കി ഹിജ്റ ചെയ്യും. ഫഖഅദ ലഹു ബിതരീഖിൽ ജിഹാദ്. ജിഹാദിന് പോകുമ്പോൾ ജിഹാദിന്റെ മാർഗത്തിൽ നിൽക്കും. ഫഖാല തുജാഹിദു ഫതുഖ്തല ഫയുഖ്സമൽ മാലു വതുൻകഹ സൗജ. നീ ജിഹാദ് ചെയ്യാൻ പോയിട്ട് നിന്റെ സമ്പത്തൊക്കെ നശിപ്പിക്കുക, നിന്റെ ഭാര്യയെ വേറെ ആൾ കെട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണോ ചോദിക്കും. ഇങ്ങനെ പല രീതിയിൽ തടയുന്ന അവസ്ഥ ഉണ്ടാവും. സ്വതക്ക കൊടുക്കാൻ പോവുകയാണെങ്കിൽ പിശാച് പറയും, നീ സ്വതക്ക കൊടുത്തിട്ട് എന്താ എന്റെ അവസ്ഥ? ആ സ്വതക്ക വാങ്ങുന്നവനും നീ ഒരുപോലെ ആവുന്ന അവസ്ഥയിലെത്തുമല്ലോ. ഹജ്ജിന് പോകാൻ പറയും, ഹജ്ജിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാത്ര ബുദ്ധിമുട്ടാണ്, സമ്പത്ത് ചെലവഴിക്കും, പല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള നിലക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ രീതിയിൽ എല്ലാ മാർഗത്തിലും പിശാച് അവനെ തടയാനുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ബാക്കി ഭാഗം കൂടിയുണ്ട്. എങ്ങനെയാണ് കൂടുതൽ നഫ്സിനെ പിഴപ്പിക്കുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം അത് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.